ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഒരാഴ്ചയ്ക്കകം പുനരാരംഭിച്ചേക്കും എന്ന വാർത്ത കൂടി വരുന്നു. അർജുന്റെ ബന്ധു ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണും. വൈകുന്നേരം 6 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് ടൈം കിട്ടിയിരിക്കുന്നത്. ഡ്രഡ്ജറിന്റെ സഹായത്തോടെ എത്രയും വേഗം പരിശോധന തുടങ്ങണമെന്നാണ് ആവശ്യം. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുവെന്നും ജിതിൻ പറഞ്ഞു. അതിൻ്റെ ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും ഡ്രഡ്ജർ എത്തിച്ച് പെട്ടെന്നുള്ളൊരു തെരച്ചിൽ തന്നെ പുനരാരംഭിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് കർണാടക ഗവൺമെന്റ് മുൻകൈ എടുത്ത് അത് ചെയ്യും. തെരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി എ പി നദീറ ചേരുന്നു ബംഗളൂരുവിൽ നിന്നും. എ പി നദീറ, എപ്പോഴാണ് ജിതിൻ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണുക? വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അർജുന്റെ കുടുംബമുള്ളത്. ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണോ കുടുംബം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എ പി നദീറ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് രാവിലെ തന്നെ അർജുന്റെ ബന്ധുവായ ജിതിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിലോ അല്ലെങ്കിൽ വിധാൻ സൗദയ്ക്ക് അകത്തുള്ള ഓഫീസിലോ ജിതിന് ഇവരുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഏത് ഭാഗത്ത് വെച്ചായിരിക്കും കാണുക എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഔദ്യോഗിക വിവരം ജിതിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ജിതിൻ വലിയ പ്രതീക്ഷയിലാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് വൈകിട്ട് മുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും കൂടിക്കാഴ്ച നടത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, അതായത് തിരച്ചിൽ എത്രയും വേഗം പുനരാരംഭിക്കാനുള്ള കാര്യമാണ് ആദ്യം അഭ്യർത്ഥിക്കുക. ഒപ്പം തന്നെ തിരച്ചിലിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നു എന്ന് പറയുന്ന ആ പുഴയിലെ ഒഴുക്ക്, അതിനുവേണ്ടി നമുക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടത് ഡ്രഡ്ജറാണ്. ഡ്രഡ്ജറിന്റെ സഹായത്തോടെ വേണം പുഴയിലെ വെള്ളത്തിൽ പരിശോധന നടത്തേണ്ടത്. ഇതിനായി 96 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്ന്, ഗോവയിൽ നിന്ന് എത്തിക്കുന്നതിന് ചിലവാകുമെന്ന് ജില്ലാ ഭരണകൂടം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിച്ച് തന്നെ പരിശോധന നടത്തണമെങ്കിൽ അതുതന്നെ ചെയ്യാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ജിതിൻ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിക്കുമെന്നാണ് പറയുന്നത്. വലിയ പ്രതീക്ഷ വെച്ചാണ് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണാൻ പോകുന്നത്. കർണാടക സർക്കാരിൽ തനിക്കും കുടുംബത്തിനും വലിയ പ്രതീക്ഷയുണ്ടെന്ന് ജിതിൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകിട്ടാണ് കൂടിക്കാഴ്ച. ഈ ഡ്രഡ്ജർ എത്തിക്കാൻ കർണാടക സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അതിനു വേണ്ട ഫണ്ട് കേരള സർക്കാർ നൽകുന്നതിന് വേണ്ടി അത് കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും ജിതിൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ജിതിൻ ഇവിടുത്തെ കർണാടകയിലെ തന്നെ ജനപ്രതിനിധികളും ഒപ്പമുണ്ട്. ഒപ്പം എം കെ രാഘവനും കൂടെയുണ്ട്. ഇങ്ങനെ ഈ ഒരു സംഘമാണ് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട് കാര്യങ്ങൾ അഭ്യർത്ഥിക്കാൻ പോകുന്നത്. വ്യക്തമാണ്. എ പി നദീറ ബംഗളൂരുവിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ബംഗളൂർ റിപ്പോർട്ട് എ പി നദീറയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വൈകുന്നേരം 6 മണിക്കായിരിക്കും കൂടിക്കാഴ്ച. എം പിയും MLA യും അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും അർജുന്റെ ബന്ധുവായ ജിതിൻ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണുക.